പ്രണയഋതു അഗ്നിയുടെ സ്വന്തം ഇടങ്ങൾ. ചന്തുവിലേക്കും നരേന്ദ്രനിലേക്കും മാത്രം അവരുടെ കണ്ണുകൾ എത്തിപ്പെടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ചിത്തുവിൻ്റെയും ചിന്നുവിൻ്റെയും നൃത്തവും എല്ലാം കണ്ട് സന്തോഷത്തോടെയായിരുന്നു അന്ന് ആ രാത്രിയെ വരവേൽക്കാൻ അവർ തങ്ങളുടെ മുറിയിലേക്ക് പോയത്. എന്തൊക്കെയോ ചുണുങ്ങി പറഞ്ഞുകൊണ്ട് മുന്തിരി മുന്നേ തന്നെ ഓടിയിരുന്നു. നന്ദിത അല്പം പതുക്കെ സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി തൻ്റെ റൂമിലേക്ക് നടന്നതും തൊട്ടടുത്തുള്ള റൂമിൽ നിന്നും 2 കൈകൾ വന്ന് അവളെ പിടിച്ചു വലിച്ച് ആ റൂമിലേക്ക് വലിച്ചിട്ടിരുന്നു. അവളൊന്ന് ഭയന്നിരുന്നു. ഉറക്കെ ഒന്ന് ശബ്ദം വെക്കാൻ പോലും തൻ്റെ തൊണ്ടയിൽ നിന്നും ഒരല്പം സൗണ്ട് പോലും പുറത്തേക്ക് വരാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനൊരു അവസ്ഥയിൽ താൻ ഒരിക്കലും എത്തിപ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എരിചട്ടിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീണതുപോലെ ഒരവസ്ഥയിൽ അവൾ ചുറ്റുമൊന്ന് നിന്ന് പകച്ചു നോക്കി. തൻ്റെ മുന്നിലേക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ആളെ കണ്ട് അവളൊന്ന് ഭയന്നു. താൻ ഡൈനിങ് ഏരിയയിൽ വെച്ച് കണ്ടിരുന്നു അയാളുടെ കണ്ണുകൾ പലപ്പോഴും തന്നിലേക്ക് പാറി വീഴുന്നത്. പക്ഷേ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഇത്ര ബലമായി പിടിച്ച് ഈ റൂമിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം കാട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ തൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ പിന്നിലേക്ക് ചൂടുകൾ വെച്ചു. ഭിത്തിയിൽ ചെന്ന് തട്ടി നിന്നതും അവൾ കൈകൂപ്പി തന്നെ ഒന്നും ചെയ്യരുത് എന്ന ആംഗ്യത്തിൽ പറഞ്ഞു. ആഹാ, ഊമപ്പെണ്ണായിരുന്നോ? എന്നാൽ പിന്നെ സൗകര്യമായല്ലോ. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. അതിനുശേഷം അവളിലേക്ക് അമരാൻ ഉയർന്നതും ഡോറിൽ ഒരു തട്ട് കേട്ട് അവൻ ഇതിപ്പോൾ ആരാ? അവനത് വകവെക്കാതെ വീണ്ടും നന്ദിതയിലേക്ക് മുഖം അടുപ്പിച്ചതും വീണ്ടും ശബ്ദം കേട്ട് അവൻ ഈർഷ്യയോടെ തന്നെ അവളിൽ നിന്നും അകന്ന് ഡോർ വലിച്ചു തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് എന്താണ് നീ ഇവരുടെ മുന്നേ തന്നെ കയറി പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം അന്നേരെ തോന്നി. അതുകൊണ്ടാണ് ഇവരുടെ പിന്നാലെ ഒരല്പം അകലം വിട്ട് ഞാൻ വന്നത്. പക്ഷെ നിന്ന നിൽപ്പിൽ ഇവളെ കാണാതെ പോയപ്പോൾ ഞാനൊന്ന് സംശയിച്ചു അവൾ റൂമിലേക്ക് പോയോന്ന്. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ തന്നെ ആയിരിക്കുമെന്ന്. അതാ പിന്നെ ഇങ്ങോട്ട് തന്നെ വിട്ടത്. അവർ രണ്ടുപേരും സംസാരിച്ച് നിന്നപ്പോഴാണ് നരേന്ദ്രൻ്റെ അമ്മ അങ്ങോട്ട് വന്നത്. കണ്ടോ അപ്പച്ചി? അപ്പച്ചിയല്ലേ പറഞ്ഞ അപ്പച്ചിയുടെ മോന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, പ്രാണനെ പോലെ ഇഷ്ടമാണ്. എന്നിട്ടാണോ ഇന്ന് ഈ കയറി വന്ന് ഈ പെണ്ണിനെയും കൊണ്ട് ഈ റൂമിലേക്ക് കയറിയ? എന്നോടൊരല്പം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പച്ചി. വേദ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരോടായി ചിണുങ്ങി പറയാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ വേദയുടെ സംസാരത്തിൽ മാത്രം കുടുങ്ങി നിൽക്കുകയായിരുന്നു അവർ. അപ്പച്ചി, വീണ്ടും അവൾ ദയനീയമായി അവരെ വിളിച്ചു. എന്താ മോളെ? അവർ സ്നേഹത്തോടെ അലിവോട് അവളോട് ചോദിച്ചു. അപ്പച്ചിയല്ലേ പറഞ്ഞ് എന്നെ ജീവനേക്കാൾ ഏറെ ഏട്ടൻ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് എന്തായി കാട്ടിയെന്ന് അപ്പച്ചി കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കൈ ചൂണ്ടി റൂമിലേക്ക് കാട്ടിയപ്പോഴാണ് അവർ അകത്തേക്ക് എത്തി നോക്കി. നരേന്ദ്രൻ്റെ തൊട്ടു പിന്നാലെ വിറച്ചു നിൽക്കുന്ന നന്ദിതയെ കണ്ടതും അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇവൻ ഇത്രത്തോളം ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും കാട്ടരുന്ന് പലപ്പോഴും ഇവനെ വാൺ ചെയ്തിട്ടുള്ളതാണ്. തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകാതെ നരേന്ദ്രൻ ഇപ്പോൾ ഇത് കാട്ടിയതിൽ അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവർ നരേന്ദ്രൻ്റെ മുന്നിലേക്ക് ചെന്ന് അവരുടെ കൈകൾ ഒന്ന് ഉയർന്നു താന്നു. നരേന്ദ്രൻ കവളും തപ്പിപ്പിടിച്ച് ദേഷ്യത്തിൽ വേദയെ നോക്കി. നീ എന്തിനാടാ മോളെ നോക്കി പഠിപ്പിക്കുന്നേ? മോള് പറഞ്ഞ കേട്ടില്ലേ? നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നീ ഈ സൈസ് പ്രവർത്തി കാണിച്ചാൽ പിന്നെ എൻ്റെ മോള് എന്ത് വേണം? മോള് വിഷമിക്കേണ്ട കേട്ടോ. ഇനി ഇവൻ ഇങ്ങനൊന്നും ചെയ്യാതെ അപ്പച്ചി നോക്കിക്കോളാം. മോള് വിഷമിക്കാതെ റൂമിലോട്ട് പോക്കോട്ടോ. അപ്പച്ചി, നന്ദ അവക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഇല്ലപ്പച്ചി, ഞാൻ കണ്ടത് ഏട്ടൻ വലിച്ച് നന്ദയെ റൂമിലേക്ക് ആക്കുന്നേ. അവൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവരോട് വിതുമ്പി പറഞ്ഞതും എന്നാ വലിച്ചെടുത്തോണ്ട് അവളെയും കൂടി. ഇനി മോളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നരേന്ദ്രൻ മോളുടെ കഴുത്തെ താലി കെട്ടുന്നവരെയെങ്കിലും മോൾ ആരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുത് പ്ലീസ്. അതെന്താ അപ്പച്ചി? എൻ്റെ ഫ്രണ്ട്സിന് പോലും വന്നൂടെ? ഇവൻ ഇങ്ങനെയുള്ള പ്രവൃത്തി കാട്ടുമ്പോൾ എങ്ങനെയാ മോളെ? മോളല്ലേ ഇവനെ നോക്കേണ്ടത്. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മോള് നോക്കണ്ടേ? ആന്നോ അപ്പച്ചി? അവൾ അന്നോ എന്ന രീതിയിൽ അവരോട് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നെ മോളുടെ ഭർത്താവാകാൻ പോകുന്ന ആൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ മോളല്ലേ അത് തിരുത്തി കൊടുക്കേണ്ടേ? അവർ അവളോട് എന്തോ വലിയ കാര്യം പറയുന്നത് കൂട്ട് പറഞ്ഞു കൊടുത്തതും നന്ദിതയെ അവൾ അപ്പോഴേക്കും റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ മോൻ വഴി തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ
ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അയാൾക്കൊരെണ്ണം വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സഹായിച്ചെടുത്തു. പിന്നെ അമ്മയുടെ മോൻ്റെ മനസ്സിൽ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനി തൻ്റെ കണ്ണ് നന്ദിതയുടെ മുന്തിരിയുടെ പുറത്ത് വല്ലതും വീണെന്ന് ഞാൻ അറിഞ്ഞാൽ പറഞ്ഞു കേട്ടല്ലോ, ഈ വേദയുടെ മറ്റൊരു മുഖം താൻ കാണും. താൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള രീതിയൊന്നുമല്ല. അവളൊരു വാണിങ്ങോടെ അത്രയും നേരം ചിണുങ്ങി പറഞ്ഞവളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് സംസാരിച്ചത് കേട്ട് അമ്മയും മകനും ഒന്ന് ഭയന്നു. രണ്ടുപേരും മുഖാമുഖം നോക്കി. അപ്പോഴേക്കും വേദ നന്ദിതയുമായി അവളുടെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തിരുന്നു. ഇവളുടെ ദേഹത്തെന്താടാ മോനെ, അന്യൻ വല്ലതും കയറിയോ? ഒരു സമയത്ത് പാവമായി സംസാരിക്കുന്നു, ഒരു സമയത്ത് മറ്റാരോ പോലെ സംസാരിക്കുന്നു. ഇതല്ലേ അമ്മയോട് ഞാൻ പറഞ്ഞേ, ഇവൾ എന്തോ മൾട്ടിപ്പിൾ ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലും അസുഖം ഇവൾക്ക് കാണും. പിന്നെ അവൾക്ക് മൾട്ടിപ്പിൾ ഡിസോർഡർ അല്ല, നീ അവളുടെ അസുഖങ്ങൾ നോക്കിയിരുന്നോ? അവളെ വിവാഹം കഴിച്ച് ഈ സ്വത്തിൻ്റെ എല്ലാം ഉടമയാവാൻ നോക്കാതെ ഓരോ കുറ്റവും കുറവും വേണ്ടാതീനവും കാട്ടി അടക്കുക. നിന്നോട് പോരടാ പറഞ്ഞ ആ പെണ്ണിനെ പിടിച്ച് വലിച്ച് റൂമിൽ കയറ്റാനേ. ആവശ്യമില്ലാത്തത് എല്ലാം ഉണ്ടാക്കുക. അവളുടെ മുമ്പിൽ എന്തെങ്കിലും രീതിയിൽ നല്ലത് ചെയ്ത് അവളെ ഇമ്പ്രസ് ചെയ്യാനുള്ളതിന് അവളുടെ മുമ്പിൽ എത്രത്തോളം താരം അത്രത്തോളം നാറി നിൽക്കാൻ പോകും അവൾ. അവർ ദേഷ്യത്തോടെ അവനെ നോക്കി ഒന്ന് പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോയല്ലോ. അവൻ ദീർഘമായി ഒന്ന് അവളുടെ റൂമിലേക്ക് നോക്കി തൻ്റെ റൂമിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അവൻ അങ്ങോട്ട് പോകുന്ന കണ്ട് ചന്തു മുന്നിൽ കയറി. എന്താ ഏട്ടാ, ഏട്ടൻ വിചാരിച്ചത് നടന്നില്ലേ? അവൻ അവനെ തന്നെ ഒന്ന് നോക്കി. നീ എന്താ ഇവിടെ വന്നേ? ഏട്ടൻ മുമ്പേ റൂമിലേക്ക് ഒരുത്തിയെ വിളിച്ചോണ്ട് പോയില്ലേ, അതുപോലെ മറ്റൊരുത്തിയെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ നോക്കി. എന്താ ചന്തൻ രണ്ടിനും കുപ്പത്തെരുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പോലും കണ്ടാ പറയില്ല. നല്ല കുടുംബത്ത് പറഞ്ഞ പെൺപിള്ളേരെ പോലെ നല്ല എന്താ ഭംഗി. ആ മുഖത്തെ ഐശ്വര്യം കണ്ടോ? ഇവൾമാർ രണ്ടും ഒന്ന് ഒരുങ്ങി വന്നാലുണ്ടല്ലോ, ഇപ്പം നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നവളന്മാർ വരെ മാറി നിൽക്കും. ചന്തു രണ്ടു കണ്ണുകളും ഇറുക്കി അടച്ച് മുന്തിരിയുടെ ശരീരവടുവും ആ ശരീരാങ്കലാവണ്യവും എല്ലാം മനസ്സിലേക്ക് ആവാഹിച്ച് ഒന്ന് ആസ്വദിച്ച് ചുണ്ടുകൾ ഒന്ന് നനച്ചുകൊണ്ട് അവൾ കണ്ണു തുറന്ന് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന നരേന്ദ്രനെ കണ്ട് ഏട്ടനൊന്ന് നോക്കിയേ. അവൻ ഒന്നും പറയാതെ റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു. പിന്നിൽ ഡോർ അടയുന്ന ശബ്ദം കേട്ടുകൊണ്ട് മുന്തിരി തിരിഞ്ഞു നോക്കിയതും വേദ കയ്യിൽ പിടിച്ചു കരയുന്ന നന്ദിതയുമായി കയറി വരുന്നത് കണ്ട് വെപ്രാളത്തോടെ മുന്തിരി അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ചേച്ചി, എന്തിനാ കരയുന്നേ? നന്ദിത ഒന്നും മിണ്ടാത്തത് കൊണ്ട് വേദയോടായി. എന്താ ചേച്ചി, നന്ദൂസ് എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ, അവൾ എന്തൊക്കെയോ ചിന്തിച്ച് വന്ന് ഇരുട്ട് കണ്ട് ഭയന്നു പോയതാ, അല്ല വേറെ ഒന്നുമില്ല. അല്ലേ നന്ദു? വേദ അവളോടായി ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ തലയടി. ഇനി മുന്തിരിയെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തണ്ടേ, ഇന്നൊരു രാത്രിയല്ല ഉള്ളു എന്നവൾ മനസ്സിൽ കരുതി. എന്നാ മോള് കയറി കിടന്നോ. അത്രയും പറഞ്ഞപ്പോഴും നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ മുന്തിരിക്ക് എന്തോ സംശയം. ചേച്ചി ഇരുട്ട് കണ്ട് ഭയന്നെന്ന് പറഞ്ഞത് തന്നെയല്ലേ സത്യം? അതെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വേദ അവളോടായി ചോദിച്ചു. അല്ല ചേച്ചി, ഇങ്ങനെ കരഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ ചെറിയൊരു വിക്കലോടെ അവളോടായി പറഞ്ഞത്. വേറെ ഒന്നുമില്ല, മോള് പോയി കിടന്നോ. പിന്നെ നാളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ വിട്ട് കിച്ചേട്ടൻ്റെ കൂടെ പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവൾക്ക് വിഷമം. ഞാനൊന്ന് സംസാരിക്കട്ടെ, ഓക്കെ? വേദ മുന്തിരിയുടെ തലയിൽ ഒന്ന് തലോടി അവളെ കട്ടിലിൽ കിടത്തി ബെഡ്ഷീറ്റ് കൊണ്ട് നന്നായി പുതപ്പിച്ച് ഉറങ്ങാൻ പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി നന്ദിതയുമായി ബാൽക്കണിയിലേക്ക് ചെന്നു. നീ എന്തിനാ കരയുന്നേ? നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, കൃത്യ ടൈമിൽ ഞാൻ അവിടെ എത്തിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ വല്ലാതെ ഭയന്നു പോയി, നന്ദിത ആംഗ്യത്തിൽ അവളോടായി പറഞ്ഞു. ഇവിടെ എൻ്റെ കൺമുന്നിൽ എൻ്റെ സംരക്ഷണത്തിലുള്ള നിന്നെയോ മുന്തിരിയോ ഒന്നും നുള്ളി നോവിക്കാൻ മറ്റാർക്കും സാധിക്കത്തില്ല. പിന്നെ ഇത് നിന്ന നിലയിൽ നിന്നെ കാണാതെ എങ്ങോട്ടാ പോയെന്ന് ഞാൻ അല്പനേരം ഒന്ന് ടെൻഷനായി, അതുകൊണ്ട് മാത്രം. എങ്കിലും കൃത്യ ടൈമിൽ തന്നെ എനിക്ക് നിൻ്റെ മുന്നിൽ എത്താൻ സാധിച്ചല്ലോ. ചേച്ചി, ഇങ്ങനെ ഉള്ളവരുള്ളിടത്ത് ചേച്ചി എങ്ങനെ? എൻ്റെ കാര്യം ആലോചിച്ചു നീ വിഷമിക്കണ്ട. ഇതൊക്കെ എങ്ങനെ അവരെയൊക്കെ നിലയ്ക്ക് നിർത്തണമെന്ന് നന്നായി ഈ വേദയ്ക്കറിയാം. എന്തായാലും മോള് ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഒരു ദുസ്വപ്നമായി കണ്ട് നീ മറന്നേക്കണം. ഇതൊരിക്കലും മനസ്സിൽ കൊണ്ടു നടക്കാനോ ഒരു കരടായി കിടന്ന് ഭാവിയെ ബാധിക്കാനോ പാടില്ല. ചേച്ചി പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലായി എന്നവൾ പറഞ്ഞതും, എന്നാൽ ബാ നമുക്ക് പോയി കിടക്കാം. ഇല്ലെങ്കിലേ
ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിന്നെയൊക്കെ ജോലി ചെയ്യിപ്പിച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്ന് ആ തലതെറിച്ചവൻ പറയും. അതുകൊണ്ടാണ് നിനക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞെന്നും എൻ്റെ പെണ്ണ് ഒരുപാട് ക്ഷീണിച്ചു പോയി. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് കുറ്റം തന്നെ ആ കുരുത്തം കെട്ടവൻ എൻ്റെ മുന്നിലേക്ക് നീട്ടും. ഒന്നാമതേ അവനെ ഞാനും ചേരത്തില്ല. അതിൻ്റെ കൂടെ നീ നാളെ ചെന്നു ഉറക്കമൊളിച്ചതിൻ്റെ കോട്ടും അവെല്ലാം വിട്ട പിന്നെ തീർന്നു കാര്യം. അവൻ അവിടെ വെച്ച് തന്നെ എന്നെ ചുവരി കയറ്റും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് വന്നേ, കിടന്നുറങ്ങിയിട്ട് നാളെ കല്യാണ മണ്ഡപത്തിൽ നല്ല ഫ്രഷായി നല്ല ഗുഡ് ലുക്കിൽ ചെന്ന് അവനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം എന്ന രീതിയിൽ അവളൊന്ന് തലയിട്ടി. അവർ രണ്ടുപേരും റൂമിലേക്ക് കയറി. ബെഡിൽ നന്ദിതയെ നടുക്കും, അവൾക്ക് സൈഡിലായി വേദയും കിടക്കാൻ ഒരുങ്ങിയതും. എന്തേ ചേച്ചി ഇവിടാണോ കിടക്കുന്നത് എന്ന രീതിയിൽ ചോദിച്ചു. ഞാനിവിടെ കിടക്കണ്ടേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ കിടക്കുന്നുള്ളൂ. ചേച്ചിക്ക് ഭയമുണ്ടോ അയാൾ ഇനിയും വരുമെന്ന്? അങ്ങനൊരു ഭയമേ ഈ വേദയ്ക്കില്ല. കാരണം വേദയുടെ വാക്കിന് അപ്പുറത്തേക്ക് നരേന്ദ്രൻ പോയാൽ പിന്നെ നരേന്ദ്രൻ എന്താ സംഭവിക്കാൻ പോകുന്നത് അവന് നന്നായി അറിയാം. ഈ വീട്ടിൽ ഈ വേദയെ നല്ലപോലെ അറിയാവുന്ന ഏക ഒരാൾ നരേന്ദ്രൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിനും ഒരിക്കലും അവൻ മറികടന്ന് മറ്റൊന്നും ചെയ്യില്ല, പ്രവർത്തിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിതയോടൊപ്പം തന്നെ വേദ കയറിക്കിടന്ന് ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ നന്ദിതയാണ് ആദ്യം എഴുന്നേറ്റ് ഫ്രഷായി മുന്തിരിയും വിളിച്ചുകൊടുത്ത് ഫ്രഷായി താഴേക്ക് ചെന്നപ്പോൾ തന്നെ രത്നവും അവളുടെ മാമിയും അപ്പച്ചിയും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ മുന്തിരിയുടെയും നന്ദിതയുടെയും കാര്യങ്ങളെല്ലാം തന്നെ അവരോട് വേദ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ എല്ലാവരും ഹാളിൽ ഹാജർ വെച്ചത്. അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നിലേക്ക് ചെന്നപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും എവിടെയോ പോവാൻ റെഡിയായി മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ട്. അല്ലല്ല, ഈ ലവ് ബേർഡ്സ് എവിടെ പോകുന്നു? പുരാവസ്തുക്കളുടെ രാവിലെ തന്നെ നല്ല സുന്ദരനായും സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നല്ലോ. പൊടി കുറുമ്പി, നിനക്കിപ്പം ഞങ്ങൾ പുരാവസ്തു അല്ലേ? പിന്നെ ഇത്ര പ്രായം ചെന്നതിന് പുരാവസ്തു എന്നല്ല പിന്നെ വേറെ എന്തെങ്കിലും പേരിട്ട് പറയുമോ? ആൻറ്റിക് പീസ് എന്ന് പറയാം അല്ലേ മുന്തിരി? നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അല്ല അതൊക്കെ പോട്ടെ, മുത്തശ്ശിയും രാവിലെ എവിടെ പോന്നു? എൻ്റെ നന്ദിത കൊച്ചിൻ്റെ കല്യാണമല്ലേ, അന്നേരം അത് കൂടാൻ ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാതെ എന്ത് സന്തോഷം എൻ്റെ നന്ദൂസിന് അല്ലേ? എൻ്റെ പേരക്കുട്ടിയല്ലേ, അന്നേരം അവളുടെ കല്യാണം നേർ കാണണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. നീയോ അത് സഹായിച്ചിരുന്നില്ല. അന്നേരം പിന്നെ നന്ദിത മോളുടെ എങ്കിലും ഞങ്ങളൊന്ന് പോയി കാണട്ടെ. മുത്തശ്ശി വേദയൊന്ന് പുച്ഛിച്ചുകൊണ്ട് നന്ദിതയുടെ അടുത്തേക്ക് ചെന്ന് ചെറിയൊരു ബോക്സ് അവൾക്ക് നേരെ തുറന്നു. അതിൽ ഒരു പാലക്കാമാലയും അതിന് മാച്ചാവുന്ന രീതിയിൽ ഒരു ജിമുക്കയുമായിരുന്നു. നന്ദിത അതിലേക്ക് മുത്തശ്ശിയെ മാറി മാറി നോക്കി. എന്താ മോളിങ്ങനെ നോക്കുന്നത്? മോക്ക് വേണ്ടി മുത്തശ്ശി പ്രത്യേകം എടുത്തു വെച്ചിരുന്ന ഇന്ന് മോൾ ഇത് ഇട്ടുകൊണ്ട് പോയി കല്യാണത്തിന് കൂടിയാൽ മതി. എൻ്റെ കുഞ്ഞ് വെറും കയ്യോടെയും കഴുത്തോടെയും പോയി അവൻ്റെ കൂടെ ജീവിക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ആ മാല അവളുടെ കഴുത്തിലേക്കും കമ്മൽ അവളുടെ കാതിലേക്കും ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും മുത്തശ്ശനും മറ്റൊരു ബോക്സുമായി അവളുടെ അടുത്തേക്ക് വന്നു. ഇത് മുത്തശ്ശൻ്റെ വക. അത്രയും പറഞ്ഞ് അതും തുറന്നു. അതിൽ ഒരു ജോഡി വളയായിരുന്നു. അത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. പിന്നെ അതിൽ ഒരു മോതിരവും ഉണ്ടായിരുന്നു. അതും അവളുടെ ദേഹത്ത് അണിയിച്ച്. സുന്ദരിയായിട്ടുണ്ട് മുത്തശ്ശൻ്റെ മോള് കേട്ടോ. അത്രയും പറഞ്ഞ് അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. മുത്തശ്ശി അവളുടെ കവിളിലും ഒന്ന് ചുംബിച്ച് അവർ രണ്ടുപേരും ഇരുവശത്ത് നിന്ന് നന്ദിതയുമായി മുന്നിലേക്ക് നടന്നു. ഇപ്പം അവളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട അല്ലേ? വേദ ഒരു കുശുമ്പോടെ പറഞ്ഞു. ഇങ്ങോട്ട് വാടി കുശുമ്പി, നീയും നിൻ്റെ കല്യാണത്തിന് ഇറങ്ങുമ്പോൾ ഇതുപോലെ സമ്മാനമൊക്കെ തന്ന് ഞങ്ങളും ഇറക്കാം. അതിനൊരവസരം നീ ഒന്ന് താ ആദ്യം. മുത്തശ്ശി ഒരു കുറുമ്പോടെ തന്നെ അവളോട് പറഞ്ഞു. മുത്തശ്ശി അത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഈ വേദയുടെ കല്യാണം കാണണമെങ്കിൽ മുത്തശ്ശി ഇനി ഒരു 100 വർഷം കൂടി വേദയുടെ കൂടെ തന്നെ ജീവിക്കണം. അന്നേരം ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ ചാൻസ് ഇല്ലല്ലേ. ഞങ്ങൾ ചത്തു കുഴിയിലോട്ടു. മുത്തശ്ശി, വേദ അല്പം ദേഷ്യത്തിൽ തന്നെ വിളിച്ചതും. എന്നാൽ പിന്നെ നിനക്ക് നരേന്ദ്രനെ ഇഷ്ടമല്ല, ചന്തുവിനെ ആംഗ്ലയായിട്ടും കാണുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ ആരെയെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? മുത്തശ്ശി അല്പം ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും. മുത്തശ്ശിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയല്ലേ? അത്രയും പറഞ്ഞ് വേദ ദേഷ്യത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും. മുത്തശ്ശി മുന്തിരി അടുത്ത് വന്ന്. എന്താ മോളെ? ഉമ്മക്ക് അന്നേരം ആദ്യേട്ടനെ ഒന്ന് ആലോചിച്ചാലോ? ആദ്യോ? ഇന്ന് നമ്മൾ പോകുന്നില്ലേ, അവിടെയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് രണ്ടുപേരും പരസ്പരം കണ്ടതും രണ്ടുപേരും പോരടിച്ചതും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ കൊണ്ട് രണ്ടുപേരും കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് അവൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞെടുത്ത്.
അമ്പടി കേമി, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് ലൈൻ നീ വലിക്കുന്നുണ്ടോ? ഇരിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ചെക്കനെ ഇഷ്ടപ്പെടുവാന്നെ അവിടെ വെച്ച് തന്നെ കയ്യോടെ അവനുമായിട്ട് പറഞ്ഞ് സംസാരിച്ച് ഇത് ഉറപ്പിച്ചിട്ട് ഇനി ഈ മുത്തശ്ശിക്കൊരു സമാധാനമുള്ളൂ. അവർ അത്രയും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മുത്തശ്ശനെ നോക്കി എന്തെന്ന് അദ്ദേഹം ചോദിച്ചതും ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് തന്നെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. അതിനുശേഷം മുന്തിരിയെ നോക്കി ഒന്ന് ചിരിച്ചു. മുന്തിരി വേദയെ ഒന്ന് നോക്കി. ഇവർ രണ്ടുപേരും കണ്ണുകൊണ്ടുള്ള ആംഗ്യങ്ങളെല്ലാം വേദ കാണുന്നുണ്ട്. വേദ മുന്തിരിയോട് എന്തെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് നോക്കി അവൾ കണ്ണ് ചിമ്മിക്കാട്ടി. മുത്തശ്ശിക്ക് ആദ്യം ഇഷ്ടമാവുമോ? വേദയുടെ മാതിയുടെ വിവാഹം ഉറപ്പിക്കുമോ? അതോ അവിടെയും തടസ്സങ്ങൾ ഉണ്ടാകുമോ? തുടരും.